നമസ്കാരം. ഈ അധ്യായത്തിലൂടെ ശിവസന്ദേശമാണ് പരാമർശിക്കാനായി പോകുന്നത്. പരമശിവൻ നിങ്ങളോട് ചില കാര്യങ്ങൾ, അതായത് ചില സന്ദേശങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നത്. തീർച്ചയായും ഈ സന്ദേശം നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം ഏകാഗ്രതയോടെ കേൾക്കേണ്ടതാണ്. കാരണം ഈ സന്ദേശം അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശം തന്നെയാണ്. ഇതിൽ പറയുന്നതായ വാക്കുകൾ അത് നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ജീവിതത്തിൽ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ കാലങ്ങളായി ഭഗവാനോട് നിങ്ങൾ ചോദിച്ച പ്രാർത്ഥനയായി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം ലഭിക്കാവുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങൾക്കുമായും നിങ്ങൾ വളരെയധികം കാത്തിരുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. ആ കാത്തിരിപ്പിൻ്റെ മറുപടിയായും പരാമർശിക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ ഫലം ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ, കഷ്ടതകൾ നിറഞ്ഞ അധ്യായത്തിന് ഒരു പരിധിവരെ തിരശീല വീഴുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു അധ്യായം കുറിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന് കാണുന്നു. എത്ര വലിയ വേദനയാണ് എങ്കിലും അല്ലെങ്കിൽ നിരാശയോ മറ്റ് വിഷമതകളോ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിലും പലരും അത് കാണാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ സാക്ഷാൽ ഭഗവാൻ പരമശിവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ പല വിഷമതകളും അല്ലെങ്കിൽ നെടുവീർപ്പുകളാണ് എങ്കിൽ പോലും അത് ഭഗവാൻ വീക്ഷിച്ചിരുന്ന സാഹചര്യമുണ്ട്. ധനപരമായ പ്രയാസങ്ങൾ, കടബാധ്യതകൾ പോലും വർദ്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം പോലുമുണ്ട്. ഇത് പലപ്പോഴും നിങ്ങളെ തളർത്തിയിരിക്കുന്നതായ സാഹചര്യം, വളരെയധികം ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഒന്നിനു പുറകെ ഒന്നായി പലവിധ ടെൻഷനുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പലരെയും നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിട്ടുള്ളവരാണ്. പല വ്യക്തികളെയും, അതായത് വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും അതിൽ വേണ്ടപ്പെട്ട പലരെയും നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ്. അതിൽ പലരും നിങ്ങളെ പല വിധത്തിലും ചതിച്ച ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ഹൃദയം നീറുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിലും അത് പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ സാക്ഷാൽ മഹാദേവൻ പരമശിവൻ അത് തിരിച്ചറിഞ്ഞിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ മനസ്സിൻ്റെ ആ മുറിവുകൾ അത് ഉണങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞ് ചിരിച്ച കാലം മറന്നു എന്ന് പോലും പരാമർശിക്കുവാൻ സാധിക്കും. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ അത്രത്തോളം ഉണ്ടാകാം. പല കാര്യങ്ങളിലും അത്രമേൽ ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിരുന്നവരാണ്. ഇതും ആരും കാണാതിരുന്നിട്ടില്ല എന്നതാണ് വാസ്തവം. അതായത് സാക്ഷാൽ പരമശിവൻ ആ കാര്യങ്ങൾ കണ്ടിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും ഭഗവാന്റെ സമക്ഷം എത്തിച്ചേർന്നിരുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞത് നിങ്ങൾ അറിയാതെയാണ്, മറ്റുള്ളവർ അറിയാതെയാണ് എങ്കിലും തേങ്ങിയതായ കാര്യങ്ങൾ എല്ലാം ഭഗവാൻ വീക്ഷിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ ഒരു കാര്യം മറക്കാൻ പാടുള്ളതല്ല. നിങ്ങളെ എത്ര തന്നെ മറ്റുള്ളവർ വീഴ്ത്തുവാൻ ശ്രമിച്ചിട്ട് പോലും അവർക്ക് സാധിക്കാതിരുന്നതും നിങ്ങൾ വീഴാതെ ഇപ്രകാരം പിടിച്ചു നിന്നതുപോലും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് പറയാം.
തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കവചമായി ഭഗവാൻ പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ സംരക്ഷണ കവചം നിങ്ങളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ കൈവിടില്ല. ഇനി അങ്ങോട്ടും ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വീഴുവാൻ പോകുന്ന പല സാഹചര്യങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഭഗവാൻ അനുവദിച്ചു തരില്ല എന്നതാണ് വാസ്തവം. ഭഗവാൻ നിങ്ങളെ വീഴാൻ ഒരിക്കലും അനുവദിച്ചു തരില്ല. കാരണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അത് വിധിയാണ് എങ്കിലും മാറാൻ പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പല വിധത്തിലും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരേണ്ടത് അനിവാര്യമാണ്. അത് ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുമ്പോൾ അത് തീർച്ചയായും കൃത്യതയോടെ തന്നെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിനാൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും അത് നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ ഒരിക്കലും ഒരു കാര്യവും നിസാരമായി നിങ്ങൾ എടുക്കുവാൻ പാടുള്ളതല്ല. തീർച്ചയായും നിങ്ങളുടെ ഭാവി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിലെ ഭാഗ്യം തുറക്കുവാനുള്ള താക്കോൽ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് നൽകാനായി പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനാൽ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും അചഞ്ചലമായി ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കേണ്ടതാണ്. എത്ര തന്നെ വിഷമകരമായ സാഹചര്യങ്ങൾ, തിരിച്ചടികൾ വന്നാലും അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വരാൻ പാടുള്ളതല്ല. കൂടാതെ നിങ്ങളിലേക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ട കാര്യങ്ങളിൽ ഒന്ന് ക്ഷമ തന്നെയാണ്. പെട്ടെന്ന് എടുത്തു ചാടുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. തീർച്ചയായും നിങ്ങൾക്ക് സഹായവുമായി ചിലർ വന്നു എന്ന് വരാം. അത്തരം വ്യക്തികളെ കൂടുതലായും മനസ്സിലാക്കി അവരെ നിങ്ങൾക്കൊപ്പം ചേർക്കേണ്ടതാണ്. ഒരു കാര്യവും നിങ്ങൾ പാതി വഴിയിൽ നിർത്താൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപൂർണമായ അറിവ് പാടുള്ളതല്ല. അത് പല കാര്യങ്ങളും പൂർണ്ണമായും മനസ്സിലാക്കാതിരിക്കുകയാണ് എങ്കിൽ അത് ഇരുട്ടിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോവുക എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ ചില അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഈ സമയം ഇത്തരം തെറ്റുകൾ ഒരിക്കലും നിങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യങ്ങൾ മുഴുവനായും കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരുന്ന കാര്യങ്ങൾ അത് ഭദ്രമായി നിങ്ങളിൽ നിലനിർത്തേണ്ടതുമാണ്. തീർച്ചയായും സ്വയം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, നിങ്ങൾ കരുത്തിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ഭഗവാൻ ഒപ്പമുള്ളതിനാൽ നിങ്ങൾ എത്രയോ ശക്തരാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ശക്തിയുടെ ഉറവിടം അത് നിങ്ങൾ പുറത്തൊന്നും തേടേണ്ടത് അനിവാര്യമില്ല. കാരണം നിങ്ങൾക്കുള്ളിൽ കുടികൊള്ളുന്നതായ ആ ശക്തി തന്നെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു. അത് നിങ്ങളെ ശക്തരാക്കിയിരിക്കുന്നു, അഥവാ ഭഗവാൻ നിങ്ങളെ ശക്തരാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ജീവിത തിരക്കിലോ മറ്റു തിരക്കുകൾക്കിടയിലോ ഇത്തരം കാര്യങ്ങൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല. തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന ആ ശക്തിയെ തീർച്ചയായും നിങ്ങൾ ഉണർത്തേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾ ശക്തി തേടുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായി കടന്നു വരും. അതായത് മനസ്സിലെ ശക്തി നിങ്ങൾക്ക് ഉണർത്തുവാൻ സാധിക്കുകയും മറ്റുള്ളവരുടെ പ്രവൃത്തികളിലും അതേപോലെ തന്നെ അവരുടെ മനസ്സിലെ ദുശ്ചിന്തകളിലും നിങ്ങൾ തളർന്നു പോകില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യും. അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് നിങ്ങളിലേക്ക് പ്രവേശിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം ഭഗവാന്റെ ആ ഊർജം നിങ്ങളിൽ കുടികൊള്ളുന്നു എന്നത് വാസ്തവമാണ്. അത് ഭഗവാന്റെ
ഒരു അംശം തന്നെയാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പരമശിവന്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾ ശിവഭക്തർ തന്നെയാണ്. ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കും തോറും നിങ്ങളുടെ അനുഗ്രഹം വർദ്ധിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഏതൊരു കാര്യവും ഓർത്തും നിങ്ങൾ വിഷമിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വിഷമങ്ങൾ നേരിടാൻ പാടുള്ളതല്ല. തീർച്ചയായും ഈ സമയം നിങ്ങളിലേക്ക് ധൈര്യവും സ്നേഹവും മാത്രമല്ല, നിങ്ങളിൽ പടർന്നിരിക്കുന്നതായ അന്ധകാരത്തെ മറികടക്കുവാനുള്ള പ്രകാശവും നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. തീർച്ചയായും നിങ്ങളിൽ പല കുറവുകളും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം മറന്ന് നിങ്ങൾ പുതുതായി ഒരു അവസരത്തിനായി ഭഗവാനെ പ്രാർത്ഥിച്ചത് ഭഗവാൻ കേട്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ചില അവസരങ്ങളിൽ ദേഷ്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. നിരാശ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തോന്നിയിട്ടുമുണ്ട്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം കുടികൊള്ളുന്നു എന്നതിനാൽ തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒന്ന് മാറ്റി നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും വ്യക്തമാകും. നിങ്ങൾക്ക് മുൻപിൽ പല കാര്യങ്ങളും അടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അതെല്ലാം നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യവും ഒരു പുതുവഴി തന്നെ നിങ്ങൾക്ക് മുൻപിലേക്ക് കടന്നു വരുന്ന സാഹചര്യവുമുണ്ട്. പല കാര്യങ്ങളും താമസിക്കുന്നതായി അല്ലെങ്കിൽ ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് വരുന്നില്ല എന്ന ചിന്തയുണ്ട് എങ്കിൽ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് കൃത്യമായ സമയത്ത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, എന്നാൽ അതിലും മികച്ചതായ ചില കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്കായി ഒരുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള നഷ്ടപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങൾ ഒരിക്കലും വലിയ നഷ്ടമാണ് എന്ന് കരുതി നിങ്ങൾ വിഷമിക്കാൻ പാടുള്ളതല്ല. അതിലും എത്രയോ വലുതാണ് ഭഗവാൻ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ കാര്യങ്ങൾ സംഭവിക്കില്ല എന്നത് വാസ്തവം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വെറുതെ യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ശരിയായി കടന്നു വരാനുള്ള സമയമാകുമ്പോൾ അത് കൃത്യമായി വന്നു ചേരും. അപ്പോഴേക്കും നിങ്ങളെ ഭഗവാൻ ശരിയായ രീതിയിൽ അതെല്ലാം സ്വീകരിക്കുവാൻ തയ്യാറാക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. ഈ സമയം ഭഗവാന്റെ സ്നേഹം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ലക്ഷ്യം അതിനാൽ പൂർണ്ണമായും വിശ്വസിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതായ പല കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു എങ്കിൽ അതിന് ഒരു അവസാനം സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇതാ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. ഈ സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളോ ഒരു പുതിയ അധ്യായം പോലും തുറക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അടഞ്ഞ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ അവസാനിക്കുകയും പല കാത്തിരിപ്പുകൾ നിങ്ങൾക്ക് മുൻപിൽ അവസാനിക്കുകയും ചെയ്യുന്ന സമയമാണ്. വരുന്ന മാസങ്ങളിൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും. ഇനി ചില സന്തോഷകരമായ വാർത്തകൾ വരുന്ന മണിക്കൂറുകളിൽ തന്നെ അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ തന്നെ ചിലത് കേൾക്കുവാൻ സാധിക്കും. ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകുന്നതായ വാക്ക് അത് കൃത്യതയോടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള ചില മറുപടികളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത വിഷമകരമായ സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ചിട്ടുള്ളതായ ബന്ധങ്ങൾ പോലും അതുപോലും നിങ്ങളിലേക്ക് തിരികെ വരികയോ നിങ്ങൾക്ക് വളരെയധികം ബഹുമാനമോ സന്തോഷമോ മനസമാധാനമോ ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങളായി മാറാം. സന്തോഷകരമായ ശുഭവാർത്തകൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. എന്നാൽ ഈ സമയം ഒഴിവാക്കേണ്ടത്
കഴിഞ്ഞത് കഴിഞ്ഞു എന്നൊരു ചിന്ത തന്നെയാണ്. അത് നിങ്ങൾ പൂർണ്ണമായും മനസ്സിൽ ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നഷ്ടങ്ങൾ, അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുള്ള ശക്തി എനിക്കുണ്ട് എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. പഴയ മുറിവുകൾ ഭൂതകാലത്തിൽ തീർച്ചയായും നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ശുദ്ധീകരിച്ചെടുത്ത പല കാര്യങ്ങളും അത് നിങ്ങളിലേക്ക് കൂടുതൽ കരുത്തോടെ വന്നു ചേരുന്ന സമയമാണ്. പുതിയൊരു വ്യക്തിയായി തന്നെ നിങ്ങൾ മാറുന്ന സാഹചര്യം വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങൾ ഒതുക്കപ്പെട്ടിരുന്നു എങ്കിൽ ഇനി അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. പരീക്ഷണഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചിരിക്കുന്നു. അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. അതിനാൽ പേടി നിങ്ങൾക്ക് വേണ്ട. ധൈര്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ധൈര്യമായി കാലെടുത്ത് വയ്ക്കുവാൻ സാധിക്കുന്ന സമയമാണ്. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഭഗവാന്റെ ഈ സന്ദേശം കേൾക്കുവാൻ സാധിച്ചത് പോലും യാദൃശ്ചികമല്ല, അത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്ന ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിക്കണം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഓം നമഃ ശിവായ എന്നോ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നടക്കണം എന്ന പ്രാർത്ഥനയോടെ ആ ആഗ്രഹം എഴുതുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം എഴുതുകയോ ചെയ്യാം. ആ കാര്യങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന പ്രാർത്ഥനയോടെ, ഭാഗ്യം തുണയ്ക്കണം എന്ന പ്രാർത്ഥനയോടെയോ നിങ്ങൾക്ക് എഴുതാം.